ബഹ്റിനിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമായ പഴയ മുഹറഖ് സൂക്കിലെ പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുനിസിപ്പൽ പ്ലോട്ടുകൾ പെയ്ഡ് പാർക്കിംഗ് സോണുകളാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി നാഷണൽ കാർ പാർക്കിംഗ് ഓപ്പറേറ്റേഴ്സായ അമാക്കിനുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചുവെന്ന് മുഹറഖ് മുനിസിപ്പൽ ചെയർമാൻ അറിയിച്ചിരിക്കുകയാണ്. നവീകരണ പ്രവർത്തനങ്ങളും അലങ്കാര ചെടികൾ വെച്ചുപിടിപ്പിക്കുകയൊക്കെ ചെയ്തതോടുകൂടി പാർക്കിംഗ് സ്ലോട്ടുകൾ ഗണ്യമായി അവിടെ കുറഞ്ഞതായി സഞ്ചാരികളും കച്ചവടക്കാരും ഒക്കെ നിരന്തരം പരാതിപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കാനായി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അതോറിറ്റീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. സെപ്റ്റംബർ 7-ാം തീയതി ഞായറാഴ്ച ബഹ്റിനിലും പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമാകും. ഇതിനുവേണ്ടി ബഹ്റിൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയും അലുമിനി ക്ലബ്ബുമായി സഹകരിച്ച് അദ്ലിയയിലെ അലുമിനി ക്ലബ്ബ് ലൈബ്രറി ഹാളിൽ ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകുന്നേരം 6:30 മുതൽ ഇത് ആരംഭിക്കും. അവിടെ ഈ ചന്ദ്രഗ്രഹണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ വിശദീകരിക്കും. അതോടൊപ്പം തന്നെ ടെലിസ്കോപ്പിലൂടെയുള്ള നിരീക്ഷണം, വലിയ സ്ക്രീനിൽ അതിൻ്റെ ലൈവായുള്ള ടെലികാസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളുണ്ടാകും. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും ഭംഗിയായി തന്നെ ആസ്വദിക്കാൻ സാധിക്കും. വൈകിട്ട് 7:30 ഭാഗികമായി ചന്ദ്രഗ്രഹണം ആരംഭിക്കും. ഏകദേശം 82 മിനിറ്റ് ദൈർഘ്യമാണ് ചന്ദ്രഗ്രഹണത്തിന് പറഞ്ഞിരിക്കുന്നത്. 10 മണിയോടുകൂടി അവിടെയുള്ള ഔദ്യോഗികമായ പരിപാടികളൊക്കെ അവസാനിക്കുകയും ചെയ്യും. ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ഒരു ചുവപ്പ് കലർന്ന നിറത്തിൽ വളരെ ശോഭയോടുകൂടി ചന്ദ്രനെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 38999011 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. ബഹ്റൈനിൽ ഹജ്ജ് രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ബഹ്റൈൻ നാഷണൽ പോർട്ടൽ വഴി പുതുക്കിയ കീ സിസ്റ്റം വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. സെപ്റ്റംബർ 16-ാം തീയതി മുതൽ അനുമതി ലഭിച്ച തീർത്ഥാടകർക്ക് താല്പര്യമുള്ള ഹജ്ജ് ക്യാമ്പയിനുകൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിനുശേഷം പാക്കേജ് തുകയുടെ ഭാഗമായി ഒരാൾക്ക് 150 ദിനാർ അടച്ച് ബുക്കിംഗ് ഉറപ്പാക്കുകയും ചെയ്യാം. ലൈസൻസ് ഇല്ലാതെ കോസ്മെറ്റിക് ചികിത്സകൾ നടത്തിയിരുന്ന പ്രവാസി വനിത ബഹ്റിനിൽ അറസ്റ്റിലായി. 29 വയസ്സുള്ള ഒരു യുവതിയാണ് യാതൊരു ഓതന്റിസിറ്റിയും ഇല്ലാതെ അനധികൃതമായി ബഹ്റിനിൽ ഇങ്ങനെ സൗന്ദര്യവർദ്ധക ചികിത്സകൾ നൽകി വന്നിരുന്നത്. ഒരു അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചാണ് ഇവർ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വന്നിരുന്നത്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയും ആഭ്യന്തര മന്ത്രാലയവും സംയുക്തമായിട്ടാണ് നടപടിയെടുത്തിരിക്കുന്നത് ഇവർക്കെതിരെ. ആ സ്ഥലം പരിശോധിച്ച സമയത്ത് അനധികൃതമായ നിരവധി മരുന്നുകളും ലഹരി വസ്തുക്കളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ബഹ്റിനിലെ ഒരു നിയമപ്രകാരം അനധികൃതമായി അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ സൗന്ദര്യവർദ്ധക ചികിത്സകൾ ചെയ്യുന്നത് ഗുരുതരമായ നിയമലംഘനമാണ്. അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷാ നടപടികൾ ഇവർ നേരിടേണ്ടി വരും. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സ് 2025 സെപ്റ്റംബർ 3-ാം തീയതി ബുധനാഴ്ച.